വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ അംഗങ്ങളാകും? കോൺഗ്രസിൽ നിന്ന് എത്ര മന്ത്രിമാർ? അവർ ആരൊക്കെ? ഒപ്പം ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രി പദവികൾ നൽകും? അതിലേക്ക് ആരൊക്കെയാണ് കടന്നുവരിക? ഏതൊക്കെ വകുപ്പുകളാണ് മന്ത്രിമാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് വിവരം. അതിനിടെ നിർണായകമാകുന്ന നീക്കങ്ങൾ, കൂടിക്കാഴ്ചകൾ ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമോ? ആകുമെങ്കിൽ ഏതു വകുപ്പ്? ഒപ്പം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾക്ക് പരിഗണന ലഭിക്കുമോ? അല്പസമയം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് പയ്യന്നൂരിലെ നിയുക്ത MLA ടി.കെ. ഗോവിന്ദൻ രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചു എന്നത്. ഒപ്പം രമേശ് ചെന്നിത്തല അനുഭാവികളും രമേശ് ചെന്നിത്തല പക്ഷക്കാരുമൊക്കെ ഇപ്പോൾ ചെന്നിത്തലയുടെ വസതിയിൽ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഗ്രൂപ്പ് പോര് അവസാനിച്ചു, ടീം UDF ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും തീർച്ചയായും ഇത്തരം നേതാക്കൾക്ക് അവരുടേതായ അണികളും അനുഭാവികളും ഒക്കെ വളരെ കൃത്യമായി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ സാരംഗ് നേരത്തെ ടി.കെ. ഗോവിന്ദൻ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതാണ്. നേരത്തെ ശരത്ചന്ദ്ര പ്രസാദ് അവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ അബിൻ വർക്കി അടക്കമുള്ളവർ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ. സ്വാഭാവികമായും MLA ആണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർശനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു വശങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾക്ക് പറയാം. എങ്കിൽ പോലും എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ആരൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നത്? അഭിലാഷ്, കഴിഞ്ഞ കുറേ ദിവസമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തഴയപ്പെട്ടു, അല്ലെങ്കിൽ വി.ഡി. സതീശന് ആ സ്ഥാനം നൽകിയതിനു ശേഷം വലിയ കടുത്ത അതൃപ്തി അറിയിക്കുകയും പിന്നീട് അതിൽ കുറയാത്ത അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കണമെന്ന തരത്തിലേക്കായിരുന്നു രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച അവകാശവാദം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാന അവകാശവാദവും. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട വലിയ അതൃപ്തി അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കേന്ദ്രീകരിച്ചത് ഈ വീടുമായി ചേർന്ന രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നതും കൂടിക്കാഴ്ചകൾ നടത്തിയതുമെല്ലാം ഇന്നും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ടി.കെ. ഗോവിന്ദൻ വന്നിരിക്കുന്നു, എബിൻ വർക്കി വന്നിരിക്കുന്നു, ഒപ്പം പി.കെ. ഫിറോസ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ടതും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട സ്വാഭാവിക ഒരു കൂടിക്കാഴ്ച എന്നതിലപ്പുറത്തേക്ക് എന്തൊക്കെ നീക്കങ്ങളാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നതെന്ന കാര്യങ്ങളിലെ ഒരു ചർച്ചകൾ ഈ വസതിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പിനൊപ്പം തന്നെ വിശ്വസ്തരായിട്ടുള്ള, അതായത് കൂടെയുള്ള പ്രധാന നേതാക്കന്മാർക്കടക്കം മന്ത്രിസഭയിൽ ഒരു സ്ഥാനം നൽകുക, അതിനൊപ്പം ഇനി മത്സരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ബോർഡിലും കോർപ്പറേഷനും അടക്കമുള്ള സ്ഥാനങ്ങൾ നൽകുക എന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് തന്നെ പൂർത്തീകരിക്കേണ്ടി വരും. കാരണം ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. അന്ന് തന്നെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാത്തിരുന്ന 11 ദിവസം ഇനി മന്ത്രിമാരെ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അനാവശ്യ പടലപ്പിണക്കവും ഈ ഗ്രൂപ്പ് തർക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ടീം UDFുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. കാരണം തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഈ മന്ത്രിസഭാ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് ഘടകകക്ഷികളുമായി എല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആരെയും പിണക്കാതെ ടീം UDFുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ആദ്യം രമേശ് ചെന്നിത്തലയെ ചേർത്ത് നിർത്തുക, അദ്ദേഹത്തിനെ പിണക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകേണ്ട ഗൗരവമായിട്ടുള്ളൊരു വകുപ്പ് അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന വകുപ്പ് ആഭ്യന്തരം തന്നെയായിരിക്കും. അത് നൽകിയോ അല്ലെങ്കിൽ ആ പിണക്കം മാറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും വി.ഡി. സതീശൻ സർക്കാർ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല ഓപ്ഷനുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ എത്രത്തോളം നേതൃത്വം അതിൽ അംഗീകാരം നൽകും, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സമവായങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും. എന്തായാലും കരുനീക്കങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സീനിയോറിറ്റിയും മാത്രമല്ല അച്ചടക്കവും അടക്കം പാലിച്ചിട്ടും പരിഗണിച്ചില്ല എന്നൊരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അത് നഷ്ടമായി അടുത്ത് തന്നെ ആഭ്യന്തര വകുപ്പാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത വകുപ്പുമാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ അത് നൽകുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഈ 2 ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ അതിൽ എന്ത് സമവാക്യം നൽകിക്കൊണ്ടായിരിക്കും ഈ പിണക്കം അല്ലെങ്കിൽ ഈ ഒരു അസ്വാരസ്യം പരിഹരിക്കുക എന്നതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. IC ബാലകൃഷ്ണൻ അടക്കം മന്ത്രിസ്ഥാനം നൽകുക, അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം നൽകുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകുക, മത്സരിക്കാൻ കഴിയാത്ത കുറച്ച് പേർ, അതായത് വിശ്വസ്തരായി കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ടും ബോർഡിലും കോർപ്പറേഷനിലും അംഗത്വം നൽകുക എന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അഭിലാഷ്. തീർച്ചയായും രമേശ് ചെന്നിത്തലയെ നിരവധിയായ ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിയുക്ത MLA-മാർ ആ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നുണ്ട്. ചില പേരുകൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് മന്ത്രിസഭയിൽ ഇടം
ലഭിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള പലരും മാറി നിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട പദവികൾ നൽകണം എന്ന ആവശ്യം കൂടിയൊക്കെയാണ് ഉയർന്നു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.